ഞാൻ ആദ്യമേ പറയാം, ഞാനൊരു ദൈവവിശ്വാസിയല്ല. ഈ ദൈവവിശ്വാസമുള്ള ആളുകളെ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ചൂഷണം ചെയ്യുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കുന്ന ഒരു വ്യക്തിയുമല്ല. ഓക്കെ, കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ കമൻറ്റ് ബോക്സിനകത്ത് കുറേ ആൾക്കാർ ഇത് ദൈവവും ഞങ്ങളും ദൈവവിശ്വാസികളൊക്കെ തമ്മിലുള്ള വിഷയമല്ല, നീ എന്തിനാണ് ഇടപെടണമെന്ന് ചോദിക്കും. ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ ചൂഷണം നടന്നു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ സംസാരിക്കുക എന്നുള്ളത് ഞാൻ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പള്ളിയാണെങ്കിലും അമ്പലമാണെന്നുണ്ടെങ്കിലും ഞാൻ ഈ പ്രോസസ്സ് തുടരും. ഓക്കെ, അപ്പോൾ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഈ ഒരു അമ്പലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് റീസെൻ്റ്ലി ഒരു വലിയ കോൺട്രവേഴ്സി വന്നിട്ടുണ്ടായിരുന്നു. ഈ അമ്പലത്തിൻ്റെ നടത്തിപ്പുകാരായ 2 വ്യക്തികൾക്കെതിരെ കർണാടകയിൽ നിന്നൊരു ലേഡി പീഡന പരാതി കൊടുക്കുന്നു. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ കർണാടകയിൽ നിന്ന് പോലീസ് ഇവിടെ വന്നിട്ട് ഒരാളെ പൊക്കി, ഒരാൾ ഒളിവിലും പോയി. ഇതിനെ തുടർന്ന് ന്യൂസിൽ ആരെയാണോ കർണാടക പോലീസ് പൊക്കിയത് ആ വ്യക്തിയും ഈ പരാതി കൊടുത്ത ലേഡിയും തമ്മിലുള്ള ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ഓഡിയോ കോള്, അതിൻ്റെ വോയിസും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വീഡിയോ ചെയ്തപ്പോൾ ഞാനൊരു കാര്യം, എൻ്റെ ഒരു സംശയം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനി ഒരു തേൻകണിയാണോ? ഒരു സംശയം ഇല്ലാതില്ല. കാരണം ആ ചാറ്റുകൾ കണ്ടപ്പോഴും ഈ വ്യക്തി ആ ലേഡിയോട് സംസാരിക്കുന്നത് കേട്ടപ്പോഴും ഒക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നൊരു സംശയമാണ്, ഇത് തേൻകണിയാണോ? കാരണം അവിടെ ഓൾറെഡി കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു പെരിങ്ങോട്ടുകര ദേവസ്ഥാനം റിലേറ്റഡ് ആയിട്ട് കുടുംബക്കാർ തമ്മിൽ തന്നെ നല്ലതല്ലാണ്. അപ്പോൾ ആ തമ്മിത്തല്ലും അടിയൊക്കെ ഒരു സൈഡിൽ നടക്കുന്ന സമയത്ത് ഇതെങ്ങാനും ഈ തേൻകണി വെച്ച് ഇവരെ പെടുത്തിയതാണോ? ഞാൻ എപ്പോഴും ഈ തേൻകണിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ തേൻകണിയിൽ പോയി പെടുന്നവരുടെ ഒരു അവസ്ഥ. ഓക്കെ, മനുഷ്യനാണ്, ഇമോഷൻസിന് ഞാൻ വാല്യൂ കൊടുക്കുന്നു, ഒരാളുടെ ഇമോഷന് ഞാൻ കുറച്ച് കാണുന്നില്ല. ആണാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഇതേപോലത്തെ അവസ്ഥയിൽ പോയി പെടാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കെയർഫുൾ ആവുക എന്നുള്ളൊരു കാര്യമുണ്ട് ഇല്ലേ, നമ്മൾ കെയർഫുൾ ആവണം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ വലിയൊരു അമ്പലം നടത്തിക്കൊണ്ടിരിക്കുന്നു, കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ അവിടെ വരുന്നു. പിന്നെ അവരൊരു അമ്പലത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെ വന്നു പോകുന്ന ഭക്തകൾ ഇവരാരെങ്കിലുമൊക്കെ വന്നിട്ട് തേൻ പുരട്ടിയ കുറച്ച് വാക്കുകളുമായി വന്നു കഴിഞ്ഞാൽ തുണി മാടി പൊക്കി ഓർഡറോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ വിഷയത്തിലൊരു ട്വിസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. ആദ്യം മുതലുള്ള എൻ്റെ സംശയം ക്ലിയർ ആയിട്ടുണ്ട്, ഇതൊരു തേൻകണി ആയിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴുള്ള കണ്ടെത്തൽ. ഇനി ഈ വിശ്വാസികളോടാണ് പറയാനുള്ളത്, മക്കളെ, ഈ അമ്പലം നോക്കി നടത്തുന്ന ആളുകളുടെ ഇടയിൽ തന്നെ ഇങ്ങനെ തമ്മിലടിയും കുടുംബ പ്രശ്നവും തേൻകണി വെക്കലും പരിപാടികളൊക്കെയാണ്. ഈ അമ്പലവും നടത്തിപ്പുകാരുടെ അടുത്തൊക്കെയാണോ നിങ്ങൾ ഈ ലക്ഷവും കോടിയും കൊണ്ടുപോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ 1000 10,000 കൊണ്ടുപോയിട്ട് ഈ ഭഗവാൻ നിങ്ങൾ രക്ഷിക്കുന്നൊക്കെ നിങ്ങൾ പറയുന്നത്? ഇത് ഭഗവാനെ നോക്കി നടത്തുന്ന, ഭഗവാന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അമ്പലം നടത്തിപ്പുകാർക്ക് തന്നെ ജീവിതത്തിൽ ഒരു രക്ഷയില്ല. അവരെന്നെ നട്ടം തിരിഞ്ഞു കൂടുക. പിന്നെയാണോ നിങ്ങൾക്കൊരു ഇതൊന്നായത്? ഇത് വിശ്വാസിയല്ലാത്ത ഞാൻ പറയുമ്പോൾ എനിക്കിതൊക്കെ തമാശയും കോമഡിയായിട്ട് തോന്നും. ഞാൻ ഈ ദേവസ്ഥാനത്തിനെ കുറിച്ച്, ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിനെ കുറിച്ച് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ എന്നോട് പോസിറ്റീവ് എന്ന് പറഞ്ഞത്, ചാത്തനോട് കളിക്കരുത്, ചാത്തൻ നിന്നെ പിടിക്കുന്നതാണ്. അത് എന്നെ പിടിക്കാൻ വന്നു കുറച്ച് ചാത്തന്മാർ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൻ്റെ വീഡിയോ സായി കാശ് തന്നാൽ ഈ വിഷയത്തിൽ കുറച്ച് സംസാരിക്കുമെന്നൊക്കെ ചോദിച്ചു, അല്ലെങ്കിൽ ഇതൊരു പ്രൊമോഷൻ പോലെ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് എന്നെ ചാത്തന്മാർ പിടിക്കാൻ വന്നു. ഞാനങ്ങനെ ഏതെങ്കിലും കണ്ട ചാത്തൻ്റെ പൈസയ്ക്ക് വീഴുന്ന ഒരു ചാത്തനല്ല. ഞാൻ അതുക്കും മുകളിൽ ഞാനൊരു മൂത്ത ചാത്തനായതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എൻ്റെ ചാത്തന്മാരായ വ്യൂവേഴ്സ് എനിക്ക് വീഡിയോ കണ്ട് കാശ് തരുന്നത് കൊണ്ടും എൻ്റെ അഭിപ്രായങ്ങളെ ഞാൻ പറയാറുള്ളൂ. ഓക്കെ, എൻ്റെ പേഴ്സണൽ പോയിൻ്റ് ഓഫ് വ്യൂവേ ഞാൻ എൻ്റെ വീഡിയോയിൽ പറയാറുള്ളൂ. അപ്പോൾ ഈ വിഷയത്തിലിപ്പോൾ ഇത് തേൻകണിയാണ് എന്നുള്ളൊരു സംഗതി പുറത്തു വന്നപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മാനേജിംഗ് ട്രസ്റ്റി ഉണ്ണി ദാമോദരനും സഹോദരങ്ങളും തമ്മിൽ നേരത്തെ തന്നെ അധികാര തർക്കമുണ്ട്. ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പവകാശം സ്വന്തമാക്കാൻ ഉണ്ണി ദാമോദരൻ്റെ മരുമകനായ അരുണിനെ ഹണി ട്രാപ്പിൽപ്പെടുത്തുകയായിരുന്നെന്ന് മകൾ ഉണ്ണിമായ പറയുന്നു. ഒരു മകനെ പോലെ കണ്ട ആൾ, അല്ലെങ്കിൽ ഞങ്ങൾ സഹോദരനെ പോലെ കണ്ട ആൾ, അദ്ദേഹം വിരിച്ച വല അല്ലെങ്കിൽ അദ്ദേഹം ഇട്ട പദ്ധതി, ഞാനും കുടുംബവും അനുഭവിച്ച വേദന, 2 മാസം എൻ്റെ അനിയത്തി അനുഭവിച്ചത്, എൻ്റെ അമ്മ ഒഴുക്കിയ കണ്ണീര്, എൻ്റെ അച്ഛൻ അനുഭവിച്ച അപമാനം. എന്നിട്ട് ഇന്നും അവർ പറയുന്നത് ഞങ്ങൾക്ക് ആ ക്ഷേത്രത്തിൽ കയറി പൂജ ചെയ്യണമെന്നാണ്. എന്ത് വിശ്വാസത്തിലാണ് ഞാൻ അവരെ അകത്തേക്ക് കയറ്റേണ്ടത്? 500ഓളം പേർക്ക് അന്നദാനം നടത്തുന്ന ഒരു ക്ഷേത്രമാണത്.
അന്നും പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഈ ഇങ്ങനെയുള്ള ആളുകളെ ക്ഷേത്രത്തിലേക്ക് കയറ്റിയാൽ അന്നദാനത്തിൽ വിഷം കലക്കാൻ പോലും അവർ മടിക്കില്ല. ദേവസ്ഥാനത്തിന് സമീപത്തെ മുറിയിൽ അരുൺ പീഡിപ്പിച്ചെന്നായിരുന്നു രത്ന എന്ന ബംഗളൂരു സ്വദേശിനിയുടെ പരാതി. തെളിവായി ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകളും രത്ന പോലീസിന് കൈമാറിയിരുന്നു. എന്നാൽ അരുണിനെ ഹണി ട്രാപ്പിൽ കുടുക്കിയതാണെന്ന പരാതിയുമായി കുടുംബം കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയെ കണ്ടു. ഹണി ട്രാപ്പിന് പിന്നിലെ ആസൂത്രണം ബന്ധുവായ KV പ്രവീൺ ആണെന്ന് കാണിക്കുന്ന തെളിവുകളും കൈമാറി. പ്രവീണാണ് രത്നയ്ക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം കൊടുത്തത് എന്ന് ഉണ്ണിമായ. ഈ സ്ത്രീക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് പ്രവീണാണ്. ഇന്നും ഞാൻ പറയുന്നു, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ പ്രവീണാണ്. ഉണ്ണി ദാമോദരന്റെ അധികാരം ചോദ്യം ചെയ്ത് സഹോദരങ്ങളും മക്കളും നൽകിയ പരാതികൾ കോടതിയിലുണ്ട്. സഹോദരങ്ങൾക്കെതിരെ വധശ്രമത്തിനും അന്തിക്കാട് പോലീസിൽ കേസുണ്ട്. ഗൂഢാലോചനയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പം ഏകദേശം ഈ കേസിൻ്റെ ഇപ്പോൾ ഉള്ളൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇതൊരു തേൻകണിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ലേഡി വന്ന് പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ, ഇതൊരു തേൻകണി തന്നെ ആയിക്കോട്ടെ. ഇത് നിങ്ങൾ കുടുംബക്കാരിത് ആരും കുറവൊന്നുമില്ലടി. വാദിയും പ്രതിയൊക്കെ ഒരുപോലെ ഒരേ എന്താ പറയുക ഫ്രീക്വൻസിയിലുള്ള ഒരുമാതിരി പരിപാടിയാണ് കാണിച്ചു കൊടുക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ പേരിൽ വരുന്ന ഒരു എമൗണ്ടും ആ ദൈവത്തിനെ കണ്ട ആളുകൾ വന്ന് തരുന്ന ഒരു പൈസേൻ്റെ മുകളിലുമാണ് ഇവരുടെ കുടുംബം ഈ അമ്പലവും സംഗതിയൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത്. ഓക്കെ, ഇവരുടെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ ദൈവത്തിനെ വിറ്റ് കിട്ടുന്ന കാശ് തന്നെയാണ്. ഓക്കെ, അതിപ്പോൾ ഈ ഉണ്ണി ദാമോദരൻ്റെ മകളാണെന്നുണ്ടെങ്കിലും മരുമക്കളാണെന്നുണ്ടെങ്കിലും ഈ ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ബാക്കി ബന്ധുക്കൾ, ബ്രദേഴ്സ്, അവരുടെ മക്കൾ, ഇവരൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി ഇവിടെ നാട്ടുകാർ ഇടുന്ന അവരുടെ വിശ്വാസം കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുന്ന കാശിൻ്റെ മുകളിലാണ് നിങ്ങളുടെയൊക്കെ ജീവിതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. നിങ്ങൾ ആ കാശിന് വേണ്ടിയിട്ട് ഈ പട്ടിക്കുട്ടികൾ എല്ലും കഷ്ണം കടിച്ചു കൂട്ടണം അതിലുള്ള കടിവിലിയും ഒരാളെ തകർക്കാൻ വേണ്ടി തേൻകണി വെക്കുന്ന പണിയൊക്കെ കാണിക്കുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളുടെ വിശ്വാസ്യത തന്നെയാണ് നഷ്ടപ്പെടുന്നത്. അത് നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കുക. പിന്നെ നാട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, അവിടെ ഈ ദൈവത്തിനെ വെച്ചാരാധിച്ച് അമ്പലം നടത്തുന്ന ആളുകളുടെ കുടുംബത്തിലെ പ്രശ്നം പോലും തീർക്കാൻ പറ്റാത്ത ദൈവമാണ്. ഇത് രണ്ട് രീതിയിൽ പറയാം. ഒന്നില്ലെങ്കിൽ അവിടെയുള്ള ദൈവം മതി മക്കളെ, നിങ്ങൾ ഇന്ന കുറേ കാലമായി വിൽക്കാൻ തുടങ്ങിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു പണി തരട്ടെ എന്ന് പറഞ്ഞ് കൊടുത്ത പണിയായിരിക്കാം ചാത്തനെ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ ഒരു വിശ്വാസമാണ് ഈ മനുഷ്യന് ദൈവം എന്നൊക്കെ പറയുമ്പോൾ. ദൈവമാണെങ്കിൽ ചാത്തനാണെങ്കിൽ ഇതൊക്കെ ഒരു വിശ്വാസമാണ്. അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നു. ഈ കമ്മിങ് ടു ദിസ് ഇഷ്യൂ, ഇതിൽ ഓൾറെഡി ഈ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ദേവസ്ഥാനത്തിൻ്റെ മെയിനായിട്ടുള്ള വ്യക്തിയുടെ മരുമകൻ ഈ അരുൺ പൂജാരി അല്ല എന്നുള്ളൊരു ഫാക്ടർ ഇതിനകത്തുണ്ട്. ഞാനൊക്കെ ആദ്യം വീഡിയോ ചെയ്ത സമയത്ത് ഈ അരുൺ അവിടുത്തെ പൂജാരിയാണ് എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും ഈ അരുൺ അവിടുത്തെ പൂജാരിയാണ്. അതായത് ഉണ്ണി ദാമോദരൻ്റെ മകളുടെ ഭർത്താവാണ് ഈ അരുൺ. ചെങ്ങായി അവിടുത്തെ പൂജാരിയാണെന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞത്. അത് പൂജാരി അല്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാൾക്കിട്ട് തേൻകണി വെച്ചത് ഈ പ്രവീൺ എന്ന് പറഞ്ഞുള്ള ഇവരുടെ കുടുംബക്കാരൻ തന്നെ. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇയാൾക്ക് ഇങ്ങനൊരു വീക്ക്നെസ് ഉണ്ടെന്ന് അറിയാതെ പോയിട്ട് ഈ സാധനം വെക്കൂ. അപ്പോൾ ഇയാൾ ഇതിൽ വീഴുന്നുള്ളത് കൊണ്ടല്ലേ ഈ സാധനം അവിടെ വന്നു പോകുന്ന ഒരു ഭക്തനെ ഉപയോഗിച്ചുകൊണ്ട് അല്ല ഇവർ ഇത്രയും സാധനങ്ങൾ ഫ്രെയിം ചെയ്ത് കാണിച്ചത് അന്തലാത്തരമാണ് ഈ പ്രവീൺ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? കുടുംബത്തിനകത്ത് തന്നെയുള്ള ഒരാൾക്കിട്ടിട്ട് തേൻകടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഫാദർ പരിപാടി തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇയാളുടെ ഓഡിയോ അടക്കം ചാറ്റടക്കം പുറത്ത് വന്നല്ലോ. ഇയാൾ അവർ പോയി ചാടിയില്ലേ? ഞാനതാ പറഞ്ഞത്. ഇത് പോയി ചാടും, പോയി വീഴും. വീണതിന് ശേഷം പിന്നെ ഈ പരിപാടിയാണ്. പിന്നെ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറയാമല്ലോ. ഇവിടെ ഒരു സ്ത്രീ പോയി കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിഷയം തന്നെയാണ്. എട്ടം പലം നോക്കാതെ ആദ്യം കേസെടുക്കും, പിന്നെയാണ് അന്വേഷണം കാര്യങ്ങളൊക്കെ പോകും. അതിൻ്റെ മുകളിൽ ഒരാണിൻ്റെ സർവത്ര ഇമേജും ടാർണിഷായി അവൻ അത്ര കാലം ഉണ്ടാക്കിയ ലൈഫൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന സ്ഥിതികളൊക്കെ ഉണ്ട്. ഇത് തിരിച്ച് ഇതൊരു കെണിയാണെന്നോ ട്രാപ്പാണെന്നൊക്കെ പുറത്ത് വരുമ്പോൾ ആരും അതിൻ്റെ മുകളിൽ സംസാരിക്കുകയൊന്നുമില്ല. ഓക്കെ, ഇപ്പം ഞാനാണെങ്കിൽ പോലും ഒരു കേസ് വരുമ്പോൾ നമ്മൾ ആദ്യം അതങ്ങനെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഒരു സ്ത്രീ, അത് വിശ്വാസമാണ്, ഒരു സ്ത്രീയുടെ വാക്കിൻ്റെ മുകളിലുള്ളൊരു വിശ്വാസം. കാരണം നമ്മളെ സൊസൈറ്റിയിൽ നമ്മൾ വാല്യൂ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഒട്ടും വിലയില്ല എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറുന്നത് ഇതേപോലെ കേസുകളിൽ സ്ത്രീകൾ കൊടുക്കുന്ന കള്ളക്കേസുകൾ പൊളിയുമ്പോഴാണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്നേ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിതിൽ ഭയങ്കര സംശയമുണ്ട്. കാരണം ആ മെസ്സേജുകൾക്കിടയിലെ സമയം, അതിനിടയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട കുറേ മെസ്സേജുകൾ, പിന്നെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അതിനകത്ത് പൈസ പറഞ്ഞൊരു ക്ലാരിറ്റി ഇല്ലായ്മ, മനസ്സിലായോ? അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പിന്നെ ഏതെങ്കിലും ഒരു കർണാടകയിൽ കിടക്കുന്ന ഒരു ലേഡിയെ ഇവിടെ കേരളത്തിലുള്ള ഈ ഒരു പൂജാരി എന്ന് പറയപ്പെടുന്ന ഈ വ്യക്തി
ഫോണ് വിളിച്ച് നിൻ്റെ കുടുംബത്തെയും കുട്ടികളെയും കുട്ടിച്ചാത്തര വെച്ച് തകർത്ത് കളയുമെന്ന് പറയുമ്പോഴത്തേക്ക് പോയിട്ട് ഇവരാണ് കിടന്നുറക്കാൻ നിൽക്കുകയാണോ എന്നുള്ളൊരു ചോദ്യമൊക്കെയാണ് അന്ന് എൻ്റെ മൈൻഡിൽ പോയതും ഞാൻ അതിൻ്റെ വീഡിയോ ചോദിച്ചതും. ഇത് കേരളത്തിൽ നിന്നുള്ളൊരു പാൻ ഇന്ത്യൻ അമ്പലമാണ്. ഇതൊരു ട്രാപ്പ് വെച്ചതാണോ എന്നുകൂടി എനിക്കിതിൻ്റെ ഓഡിയോ ചാറ്റ് കേട്ടപ്പോൾ ഒരു സംശയം തോന്നിയിട്ടുണ്ട്. പൂജയുടെ പേരിൽ യുവതിയെ പീഡിപ്പിച്ച് പൂജാരി പിടിയിൽ. സത്യത്തിൽ എന്താ പറയുക, എനിക്കിതിൽ കുറേ സംശയം വരാൻ കാരണം, ഈ പൂജാരി വിളിച്ചിട്ട് കുട്ടിച്ചാത്തന് മറ്റേ ചാത്തൻ സേവയ്ക്ക് നിങ്ങളെ കുട്ടികളെ ഇല്ലാതാക്കാൻ വേണ്ടി ക്രിയ ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നഗ്നയായിട്ട് വന്ന് നിൽക്കാൻ യു മീൻ ഞാൻ നഗ്നം ഉദ്ദേശിച്ചത് മനഃപൂർവ്വം പറഞ്ഞതാണ്. അങ്ങനെ വന്ന് നിൽക്കുക, ഇത് എനിക്ക് എവിടേക്കോ എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഐ ഫീൽ. ബിക്കോസ് നിങ്ങൾ ഇവർ തമ്മിലുള്ള കോൾ റെക്കോർഡ് ഒന്ന് കേൾക്കണം. ഓക്കെ, ഈ കോൾ റെക്കോർഡ് കേട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഏറെക്കുറെ എനിക്ക് തോന്നിയ സംശയങ്ങൾ തോന്നും. ഇനി എന്ത് സംശയത്തിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഒരു ഹണി ട്രാപ്പ് ആണെങ്കിൽ പോലും അതിൻ്റെ മുകളിൽ പൂജാരി വില്ലാളി വീരനായതുകൊണ്ടാണല്ലോ പോയി നിന്ന് കൊടുത്തത്. അതും രണ്ടാളും പോയി പെട്ടിട്ടുണ്ട് കേട്ടോ. ஆஃபீஸில் வெளியில் வந்து இப்போ சௌக்கியமா? சௌக்கியம் சார். சாய் சாப்பிட்டா? இப்போ வித் ഫ്രണ്ടാ? ഫ്രണ്ട് വരുതു. ഇനിയിപ്പോൾ അത് ഇവനെ ട്രാപ്പാക്കിയത്, ഈ പൂജാരിനെ ട്രാപ്പാക്കിയതാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ വീക്കല്ലേ. മറ്റേതവിടെ ഏതറിയോ, രാവിലെ ചുട്ട കോഴീനെ പറപ്പിക്കുക, രാത്രി ആ കോഴീനെ പിടിച്ച് അൽഫാമാക്കുക, അമ്മാതിരി പരിപാടി. ഓക്കെ, ഇതാണ് ഞാൻ അന്ന് എൻ്റെ വീഡിയോനകത്ത് എൻ്റെ സംശയങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു ഓക്കെ, ഇപ്പോൾ ഒരു ട്രാപ്പാണെന്നുള്ളതാണ് ഇപ്പോൾ പോലീസുകാരുടെ കണ്ടുപിടുത്തം. ഇപ്പോൾ ഈ ട്രാപ്പിൻ്റെ ഭാഗമായിട്ട് എന്താണെങ്കിലും കുറേ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. നല്ലവരായ ഉദ്യോഗസ്ഥരുണ്ട്, ചീത്തയായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. ഇത് എല്ലാ കേസിലും നടക്കുന്ന പോലെ തന്നെയാണ്. ഓക്കെ, എസ്പെഷ്യലി കർണാടക ബെൽറ്റിലൊക്കെ ആകുമ്പോൾ അവർ ഇടം വല്ലം നോക്കില്ല, കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ ആരുടെ കേസ് കൊടുത്തിട്ട് പോകുന്നൊരവസ്ഥ. ഇപ്പോൾ ഈ ലേഡി ഇതിൽ വന്നിരുന്ന് പറയുന്നത്, ഉണ്ണി ദാമോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ മകൾ വന്നിരുന്ന് പറയുന്നത്, ഇവരുടെ ഈ റിലേറ്റീവ് ആയിട്ടുള്ള പ്രവീൺ, ഈ വ്യക്തി ഭയങ്കര ഒരു കോൺസ്പിറസിയാണ് ഇതിന് പിന്നിൽ നടത്തിയത്. ബാംഗ്ലൂർ ബേസ്ഡ് കുറേ ആളുകളെ ഒന്നിച്ചു കൂട്ടി ഒരു സ്ഥലത്ത് റൂം എടുത്ത് ഈ കേസ് കൊടുക്കാനുള്ള രീതിയിൽ തന്നെ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഈ പറഞ്ഞ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തേക്ക്. ആൻഡ് ഈ അമ്പലത്തിലെ മെയിനായിട്ടുള്ള ഉണ്ണി ദാമോദരനോടല്ലാതെ മകളുടെ മകനോട് അരുണിനോട് ഒരു ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം നിരന്തരമായിട്ടുള്ള ചാറ്റുകളും കാര്യങ്ങളും കോളുകളൊക്കെ ആയിട്ട് ആ ട്രിപ്പ് നേരെ ഇവിടെ വരികയും ഫേക്ക് ടാക്സിയിലാണ് അവർ വന്നതെന്നുള്ളതൊക്കെ ഒരു അലിഗേഷൻ ഇവരിതിനു മുമ്പ് പത്രസമ്മേളനം നടത്തിയ സമയത്ത് കുറേ അധികം കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു, പ്രവീൺ മാർത്തഹള്ളി കോരമംഗലം ഭാഗത്ത് പ്രവീണിനെ പല ദിവസങ്ങളിലായി 4 മാസങ്ങളിൽ കണ്ടിട്ടുണ്ടെന്ന്. ഈ സ്ത്രീയുടെ വിക്ടിമിന്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് കോരമംഗലമാണ്, JJ കോടതി. ഈ സ്ത്രീ ഇങ്ങോട്ട് വന്ന കാറിന്റെ നമ്പർ ഫേക്ക് ആണ്. ഞാൻ പരിശോധിച്ചു. ഇവർ അമ്പലത്തിൽ ഈ ഇഷ്യൂസ് ഒക്കെ നടന്നത് കാരണം അമ്പലത്തിനകത്തും പുറത്തും ക്യാമറകളുണ്ട്. അമ്പലത്തിനുള്ളിൽ ഒരു സ്പോട്ട് പോലും ക്യാമറയിൽ പെടാതെ പോകില്ല. ഞങ്ങൾ അത് മുഴുവൻ പരിശോധിച്ചു. ഈ സ്ത്രീ പുറത്ത് വന്ന് ഇറങ്ങി, അവര് 4 സ്ത്രീകൾ ഉണ്ടായിരുന്നു. 3 സ്ത്രീകൾ അകത്ത് കയറി, ഒരു സ്ത്രീ പുറത്തിരുന്നു. എന്നിട്ട് അവരകത്ത് കയറി വെറുതെ വലം വെച്ച് ചിരിച്ചു നടന്നു, ഫോട്ടോസ് എടുത്തു, പോയി. ഇത്രയാണ് അവിടെ നടന്നിട്ടുള്ളത്. ഈ ജൂൺ 2-ാം തീയതി പ്രവീയുടെ വീട്ടില് ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത്, ബലന്തൂർ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ പറഞ്ഞത്, ഒരു മലയാളി വക്കീലും ഒരു സ്ത്രീയും വന്നാണ് അവർക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതെന്നാണ്. 2 ഇനോവ 95,000 രൂപയ്ക്ക് ബുക്ക് ചെയ്ത് തൃശ്ശൂര് ഹോട്ടലിൽ വന്ന് താമസിച്ചതും അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തതും മലയാളിയാണ്. ആ മലയാളി ആരാണ് എനിക്കറിയണം. നിങ്ങൾ അന്വേഷിക്കണം, കേരളത്തിലെ പോലീസ് അന്വേഷിക്കണം, ജനങ്ങൾ അന്വേഷിക്കണം. ഇതിന് പിന്നിൽ സംഭവിച്ചിരിക്കുന്ന കോൺസ്പിറസി എന്താണ്, ഇതിന് പിന്നിലുള്ള ആളുകളെല്ലാം ആരെല്ലാമാണ്, അവരെ പുറത്തു കൊണ്ടുവരണം. വിത്ത് ഓൾ റെസ്പെക്ട് ഈ ലേഡിയോട് പറയാനുള്ളത്, പോലീസുകാർ അന്വേഷിച്ചോട്ടെ, ഈ ജനങ്ങൾ എന്തിനാണ് മാഡം അന്വേഷിക്കേണ്ട ആവശ്യമുള്ളത്? ജനങ്ങൾക്ക് ഇതാണോ പണി? നിങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പും കുതികാല് വെട്ടും നടന്ന് നിങ്ങൾ കുടുംബക്കാർ തന്നെ തമ്മിലടിച്ച് ഒരാൾക്കെതിരെ ഹണി ട്രാപ്പും വെച്ച്
നിങ്ങൾ എന്ത് മാതൃകയാണ്? പിന്നെ എന്തിന് സത്യത്തിൽ നിങ്ങൾ അമ്പലം തുറന്നു വെച്ചിട്ട് നിങ്ങൾ എന്ത് മാതൃകയാണ് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്? ദൈവമുണ്ട്, നിങ്ങൾക്ക് എന്താഗ്രഹം സഫലീകരിക്കാനോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാനും ആരോഗ്യ സൗഖ്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമ്പത്ത് കുവിഞ്ഞുകൂടാൻ, ശത്രു സംഹാരം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അമ്പലം തുറന്നു വെച്ച് അവിടെ പൂജയും നടക്കും. എനിക്കൊന്ന് മിനിമം അവിടെ ഒരു 10,000-15,000 രൂപേൻ്റെ പൂജയൊക്കെ നടക്കുന്നത്. ഒരാൾ പോയി കഴിഞ്ഞാൽ അത്രയൊക്കെ വേണം എന്നൊക്കെയുള്ളതാണ് ഏറെക്കുറെ എനിക്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് കുറേ ആൾക്കാർ പറഞ്ഞുള്ള അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത്. കാശുള്ളവനോട് ഭയങ്കര പ്രയോറിറ്റിയും കാശില്ലാത്തവൻ അത്ര വലിയ പ്രയോറിറ്റി കിട്ടാത്തൊരു സെറ്റപ്പുമാണ് അതിൻ്റെ മുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊക്കെ പറഞ്ഞാലും ചെയ്താലും ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ ആളുകളുണ്ടാവും. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, നിങ്ങൾ പോയിക്കോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് അതല്ല, കുടുംബത്തിനകത്ത് തന്നെ ഇത്രയും വലിയ പ്രതിഷ്ഠയും ദൈവമൊക്കെ ഉണ്ടായിട്ടും ദൈവം ഇൻ ദ സെൻസ് അവിടെ ഇരിക്കുന്ന ഏതൊരു ദൈവം, കൂട്ടിച്ചാതിൻ്റെ ദൈവം എന്ന് വിളിച്ചാൽ ആയിക്കോട്ടെ, എന്താ ചെയ്യും. എന്താണെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും അവർക്ക് പൈസ ഉണ്ട്, സമാധാനം ഉണ്ടോ, മനസ്സമാധാനം ഉണ്ടോ? ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടെന്നാ മനസ്സമാധാനം. അതില്ല, അതൊക്കെ പോയിട്ടുണ്ട്. കാശ് വരുമ്പോൾ ആർത്തി മൂത്ത് അടി താല് കാച്ചറ തമ്മിലടി കുതികാല് വെട്ട്. നല്ലത് ചെയ്യുന്നുണ്ടാവാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഈ ലേഡി തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് കുറേ പേർക്ക് ഡയാലിസിസ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, അത് ബാക്കി കുടുംബക്കാർ സമ്മതിച്ചില്ല, അന്നദാനം കൊടുക്കുന്നുണ്ട്, ഒക്കെ പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. നല്ലതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ നല്ല തന്നെ ചെയ്തോ, വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷേ ഇതൊരു കറക്റ്റ് മാതൃകയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ആളുകൾ തന്നെ അവരുടെ മനസ്സമാധാനത്തിനും അല്ലെങ്കിൽ അവരുടെ ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പത്തിനും ധനത്തിനും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് എന്തിനു വരുന്നത്, ഒരു അമ്പലത്തിലേക്ക് വരുന്നത്. അവിടെ നടത്തിപ്പുകാർക്ക് തന്നെ ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും കൊള്ളാം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യം മുതലേ ഈ വിഷയത്തിൽ സംശയം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പോക്ക് കണ്ടപ്പോഴും അല്ലെങ്കിൽ ഇതിൻ്റെ ചാറ്റും ബാക്കി പരിപാടികളൊക്കെ കണ്ടപ്പോൾ ഇതിൽ എന്തോ വിടക്കുണ്ട്. ഇനി വിടക്കുണ്ട് എന്ന് പറയുമ്പോഴും ഞാൻ എഗെയിൻ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നു, ഈ വ്യക്തിക്കെതിരെ ഇങ്ങനത്തെ ഒരു തേൻകണി വെക്കാൻ ഒരുത്തൻ റെഡി ആയിട്ട് ഇത്രയും സെറ്റപ്പ് ചെയ്തത്, അത് വൻ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് വലിയ ഗൂഢാലോചനയും കോൺസ്പിറസിയാണ് ഇതിന് വലിയ നടന്നതെന്നുള്ളതാണ് എനിക്ക് ഇവരുടെ കംപ്ലീറ്റ് പ്രസ് മീറ്റ് 2 വട്ടമായിട്ട് ഇവർ കൊടുത്തതിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ ഈ വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് മാത്രം ഇവരിത് വെച്ച് ഇയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ച് ഇയാളതിലേക്ക് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ കെയർഫുൾ ആവേണ്ടത് ആരായിരുന്നു? നാട്ടുകാരല്ലല്ലോ, ആ വ്യക്തിയല്ലേ. അത് കെയർഫുൾ ആയില്ല. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് വന്നിട്ട് നാട്ടുകാരോട് തെളിയിക്കാൻ പറഞ്ഞിട്ടോ നാട്ടുകാർ ഇത് അന്വേഷിക്കാൻ പറഞ്ഞിട്ടോ നാട്ടുകാർക്ക് ഇതല്ല മാഡം പണി, മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നിങ്ങൾ ആരെയും വിലക്കെടുക്കാൻ നോക്കരുത്. കാശൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് വിലക്ക് കിട്ടില്ല ആരും. ഓക്കെ, ഞാൻ ഈ മാഡത്തിനല്ല പറയുന്നത്, നിങ്ങളുടെ ടീമിനോടാണ് പറയുന്നത്. ആരെയും വിലക്കെടുക്കാതെ നോക്കുക. ഓക്കെ, അങ്ങനെയാണ് ഈ വിഷയത്തിലുള്ള 2 ടീമും അങ്ങനെ 2 ടീമും ആൾക്കാരെ വിലക്കെടുക്കാൻ മെയിനാണ്. എന്താണെങ്കിലും ഇങ്ങനൊരു പീഡനം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് തെളിഞ്ഞത് എന്നാണ് ഇപ്പോഴത്തെ കോടതി വിധി അടക്കം മനസ്സിലാവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇനി ഇവരുടെ കുടുംബ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ. നാട്ടുകാർ വിശ്വാസം മൂത്ത് പോകാനുള്ളവർ അങ്ങോട്ട് പോയിക്കോ. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ആരാണെങ്കിലും ഏത് മനുഷ്യനാണെന്നുണ്ടെങ്കിലും ആദ്യം സ്വയം വിശ്വസിക്കുക. നമുക്ക് നമ്മളിലൊരു വിശ്വാസം ഉണ്ടാവുക, ആ വിശ്വാസത്തെ നമ്മളെ രക്ഷിക്കൂ. അതിൻ്റെ മുകളിലുള്ള എല്ലാ വിശ്വാസങ്ങളും ജസ്റ്റ് എന്താ പറയുക, ഒരു വാഴ വളർന്നു വരുമ്പോൾ അതിനൊരു കുത്തു വയ്ക്കണമല്ലോ, ജസ്റ്റ് ഒരു കുത്തു വെച്ച് പോകില്ല, അങ്ങനെ ഒരു കുത്തായിട്ട് കണ്ടാൽ മതി. നിങ്ങൾക്കുള്ള പ്രൊഡക്ടിവിറ്റി, നിങ്ങൾക്കുള്ള തോട്ട്, നിങ്ങളുടെ ചിന്ത ഒക്കെ നിങ്ങളതാണ്. ഓക്കെ, ആ സെൽഫ് റെസ്പെക്റ്റ് പോയി തുടങ്ങി നമുക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ വരുമ്പോഴാണ് നമ്മളൊരു പീസ് ഓഫ് മൈൻഡ്, ദൈവം അങ്ങനത്തെ ഒക്കെ കോൺസെപ്റ്റിൽ പോയി നിൽക്കുന്നത്. അതൊരു തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല. ഓക്കെ, വേണ്ടവർ ചെയ്യണം, ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പക്ഷെ ഡു തിങ്ക് എൻഡ് ഓഫ് ദ ഡേ നമുക്കാരും ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. സ്വയം വിശ്വസിക്കാൻ മുന്നോട്ട് പോവുക, അല്ല ഒന്നും പറയാനില്ല. പിന്നെ കാശ് വരുന്നിടത്ത് ഇങ്ങനത്തെ അടിയും കച്ചറയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതേപോലെ എന്തെങ്കിലും കെണികൾ വരുമ്പോൾ മുണ്ടും മാടിപ്പൊക്കി പോവാതിരിക്കുക.